നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് യുദ്ധങ്ങളിൽ തടവ് പുള്ളികളായി പിടിക്കപ്പെടുന്നവരിൽ നിന്ന് പൊതുവെ 40,000 ദിർഹം വരെ മോചനദ്രവ്യം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 2 കോടി രൂപയോളം വിലമതിക്കുന്നത്. എന്നാൽ ബദ്ർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ചിലരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് വളരെ അതിശയോക്തി നിറഞ്ഞതായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും 10 പേർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുകയാണെങ്കിൽ അവനെ ഞാൻ മോചിപ്പിക്കുന്നതാണ് എന്നായിരുന്നു അവിടുത്തെ പ്രഖ്യാപനം. ഇന്നത്തെ വായനാ ദിനത്തിൽ ബദ്ർ യുദ്ധത്തിലെ ഈ സംഭവം നമുക്കൊരു മഹാമാതൃകയാണ്. ലോക സാമ്രാജ്യങ്ങളെ വരെ ഞെട്ടിച്ച വലിയൊരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും അക്ഷര സംസ്കാരത്തിന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന പ്രവാചക പാഠം വായനയുടെ മഹത്വത്തിലേക്ക് നമ്മെ വഴികാട്ടുന്നു. മാത്രമല്ല, ഉന്നത സാംസ്കാരിക ബോധത്തിലേക്കും ധാർമ്മികതയിലേക്കും ലോകത്തെ കൈപ്പിടിച്ചാനയിച്ച വിശുദ്ധ ഖുർആൻ ആരംഭിച്ചതും ഇഖ്റ, നീ വായിക്കൂ എന്ന കൽപ്പനയിലായിരുന്നു. അതുകൊണ്ട് വായിച്ചു വരച്ചു വളരൂ, വിവരമുള്ളവരാകൂ.